അതായത് അച്ചു ഈ ക്യാൻറ്റീൻ്റെ മുമ്പിൽ പ്രഫുലിനെ കാത്തിരിക്കുന്നതാണ്. അപ്പൊ പ്രഫുൽ വരാൻ ലേറ്റ് ആവും. പ്രഫുൽ വന്നിട്ട് അച്ചുവിനോട് സോറി പറയാണ്. അപ്പോൾ അച്ചു ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ റൊമാൻറ്റിക് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞാൽ നമുക്ക് സോങ് ആണ്. വളരെ വലിയൊരു സീനാണ്. അതുകൊണ്ട് റൊമാൻറ്റിക് നല്ല എക്സ്പ്രഷൻ ഒക്കെ വേണം. ഓക്കെ അല്ലേ? ഇവിടെ തൊട്ടാണ് ഇഷ്ടം തുടങ്ങുന്നത്. നിങ്ങൾ ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ അത് കറക്റ്റ്, അതായത് പ്ലാൻ ചെയ്ത് ട്രോളി കയറി വന്നേ. ഓക്കെ അല്ലേ? കേൾക്കാലോ. ആക്ഷൻ പറയുമ്പോൾ പോയാൽ മതിയല്ലോ. ഓക്കെ സാർ. ക്യാമറ റോളിംഗ്, ആക്ഷൻ. സോറി ബ്ലോക്ക് ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? അതെ, ഞാൻ എന്തു എഴുതി വെച്ചിരിക്കുന്നത്, ഈ ഒരു സീൻ കഴിഞ്ഞാൽ നായകന് നായിക റൊമാൻസിലോട്ട് പോകുന്ന ഒരു രംഗമാണ്. അപ്പൊ പരമാവധി റൊമാൻസ് വർക്കൗട്ട് ആവുന്ന ഒരു സീനാണ്. അത് അപ്രത്യക്ഷമായി കൈ കയറി പിടിക്കുന്നു. അപ്പോഴാണ് നിങ്ങളുടെ പഴയ ഓർമ്മകൾ, നിങ്ങളുടെ സ്പർശനം കൊണ്ട് പഴയ ഓർമ്മകൾ വരുന്നു. ഇതിലൂടെയാണ് പാട്ടിലേക്ക് പോണത്. അപ്പൊ നിങ്ങളിങ്ങനെ അകന്ന് നിന്നാലോ. ഇനി ആദ്യം ഒരു കാര്യം, റൊമാൻസ് എങ്ങനെ അഭിനയിക്കുന്നതെന്ന് കാണും. നിൽക്കി, ഇങ്ങോട്ട് നിൽക്കി, ശ്രദ്ധിച്ച് നോക്കിയിരുന്നു. കയറോ, പടങ്ങുന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഹായ് ഡാർലിംഗ്. മുഖം നല്ല വാടിയിരിക്കുന്നല്ലോ. എനിക്കറിയാം ഞാൻ താമസിച്ചതിന്റെ അല്ലേ. എന്താ മിണ്ടാത്ത? ഇയാൾ മിണ്ടാതിരി. ഓഹോ, എങ്കിൽ ഈ പിണക്കം നസീർ സാറിനെ പോലെ ഞാനങ്ങ് മാറ്റിയാലോ? എൻ്റെ തമാശ ഒട്ടുകറിക്കുന്നില്ലയോ? എങ്കിൽ മണ്ടിപ്പെണ്ണേ, നിന്റെ പിണക്കം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ മാറ്റി. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ലേഡി അസിസ്റ്റന്റ് ഉള്ളത്, മനസ്സിലായ? ഞാൻ പറഞ്ഞു കൊടു. എന്തിനാ നീതി വിഷമിച്ചിരിക്കുന്നത്? ഞാൻ വന്നില്ലേ, ഇനി വിഷമിക്കേണ്ട കാര്യമുണ്ടോ? നീതി ഞാനുണ്ട്, എനിക്ക് നീതിയുണ്ട്, നമുക്ക് നമ്മളില്ലേ നീതി. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാ ലേഡീസ് അസിസ്റ്റന്റ് ഉള്ളത്. അതിന്റെ ഇടയ്ക്കൂടെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഒരു മിനിറ്റ്. ഹലോ, മനസ്സിലായോ? എന്ത് മനസ്സിലായി? റൊമാൻസ് ഇത് നല്ലോണം ഒന്ന് പറഞ്ഞോട്. സാറേ, അയ്യോ സുഖമായിട്ടിരിക്കുന്നു സാറേ. സുഖം. എന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, അയ്യോ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ ലൊക്കേഷനിലേക്ക് സാർ എന്നെ കാണാൻ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിഷ്യൻ ഇതിലെ കൂടുതൽ എന്ത് മാത്രമാണ് അഭിമാനിക്കാനുള്ളത്? എനിക്ക് അഭിമാനമല്ലേ സാറിനെ പറ്റി. സാറ് വരണം. ഓ ഇന്ന് തന്നെ വരുമെന്നോ? അയ്യോ ബാബാ. സുഖം സാറേ. ഓ വലിയ ബഡ്ജറ്റൊന്നുമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. ഇല്ല, പഴയ ആൾക്കാരൊന്നും കാണാറൊന്നുമില്ല. സാറിന് ഓർത്ത് എപ്പോഴും അഭിമാനം തോന്നാറുണ്ട് ഇപ്പോഴും. അയ്യോ സാറേ, ഞാനിവിടെ പറഞ്ഞു കുഴപ്പമൊന്നും സാറേ. ഇവിടെ തല്ലണോ കൊല്ലണോ എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ സീൻ എടുത്തോണ്ടിരിക്കുക. വണ്ടി വിടണോ? ലൊക്കേഷൻ ഇടുന്നോ? വണ്ടി വിടാം സാറേ, 1 മണിക്കൂറിനുള്ളിൽ വിടാം. ശരി സാറേ, ഓക്കെ. ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ തുടങ്ങിയതാ. എന്താണ് പ്രശ്നം? മനുഷ്യൻ ഇവിടെ തീ തിന്ന് തലപ്പാൻ എടുത്തിരിക്കുക. എന്താ സംഭവം? എന്താ? എന്നെ സംവിധാനം പഠിപ്പിച്ച എൻ്റെ ഒരു ഗുരുവുണ്ട്, സാറ് കുമാർ സാറ്. ഭയങ്കര ഫേമസ് ഡയറക്ടറാണ്. ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് എന്നെ കാണാനായിട്ട്. നല്ലല്ലോ ഒരു ഗുരു വരിക. അല്ല, ഒന്ന് കാണണം, ഇവനെ പഠിപ്പിച്ചു വെച്ചാൽ ഇതാണോ എന്നൊന്ന് അറിയണം. അങ്ങനെ എനിക്ക് ഗുരുവല്ല, പിന്നെ ഒരു 1-ാം തരം ഗുരുവായിരുന്നു, അറിയാവോ? എടാ, ഞാൻ അങ്ങനെ ഡയറക്ടർ പഠിക്കാൻ ചെന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ള എന്നെയാ. എടാ, ഗുരു വരുമ്പോ ഒരു പൊക്ക കൊടുക്കണ്ടേ മൂപ്പർക്ക്? പൊന്നാടെങ്കിലും പിന്നെ ഗുരു അല്ലേ വരുന്നത്? എവിടെ പോയി കിടക്കാടാ? അവന് തേപ്പ, അവന് ഇരുത്താൻ അവന്റെ തേപ്പ. പൊന്നാട വേണം. എത്ര രൂപകളാണ് സാറേ? ഒറ്റ കീറി വിട്ടിരും. പൈസ കൊണ്ടിടന്ന് വേണ്ട. കഴിവ് ഒരാഴ്ചയായിട്ട് കഴിവാതെ നടക്കുന്ന എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണം. മുണ്ട് കിടപ്പുണ്ടോ? പഴയ ഒരു മുണ്ട് കിടപ്പുണ്ട്. പഴയ മുണ്ട് കിടപ്പുണ്ടോ? അതിനെടുത്തുണ്ടോ? തേക്കണോ? തേപ്പ് അങ്ങനെ കൊടുക്കാൻ തേക്കണ്ട, അതുകൊണ്ടൊന്നും. അവനെല്ലാം തേക്കുന്ന വിചാരം മാത്രമേ. അത് എനിക്ക് ഇത്ര കാലമായിട്ട് അറിയില്ലേ? അത് നെഞ്ഞിന്റെ ഈ ഭാഗത്താണോ ആർട്ട്?
വളരെ കോമഡി അജേഷേ ഒരു ബൊക്ക വേണം നല്ല മുള്ളോടെ ഒരു വലിയ മൂട് പറിച്ചിട്ട് അതിനകത്ത് ചുറ്റിയിട്ടുണ്ട് ഈ ബൊക്ക കൊടുക്കുമ്പോണ്ടല്ലോ നിങ്ങളുടെ കൈ മുറിഞ്ഞ് രക്തം കിനിയണം എന്റെ നെഞ്ചിന്ന് രക്തം പൊടിച്ചിട്ടുണ്ട് കാതറ ഗുരുഭക്തി അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ബൊക്ക അവനിപ്പോ അതൊക്കെ ഇതിൽ കൂടുതൽ അങ്ങനെ എങ്ങനെ സ്വീകരിക്കണോട് അത്ര എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പെരുത്ത് കയറി വരും അല്ല ഞാൻ എന്നാല് വണ്ടി വിളിച്ച് മൂപ്പറെ കൂട്ടിട്ട് വണ്ടി വിളിച്ചു വണ്ടി എടുത്തിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഭയങ്കര വാശിക്കാരനെ പണ്ടത്തെ പുള്ളിക്ക് വേണ്ടി ലൊക്കേഷൻ ഒറ്റ വണ്ടി വിടണം വണ്ടിക്കകത്ത് ഡ്രൈവർ അങ്ങനെ മാത്രം ഇരിക്കാൻ പറ്റൂ അറിയാവോ ഒറ്റയ്ക്ക് ബാക്കിൽ ഇങ്ങനെ മലന്നങ്ങ് ഇരിക്കും എത്രയോ ലൊക്കേഷനുകളുണ്ടല്ലോ പ്രൊഡക്ഷൻ വണ്ടിക്കകത്ത് ഞാൻ തൂങ്ങിപ്പോയിട്ടുണ്ട് സ്ഥലമില്ലാതെ അതിന് സാറില്ല ഈ വണ്ടിയിലും ബാക്കിൽ എടുത്താലും വെക്കാലോ അയ്യ കൊല്ലി ഞാൻ ബാക്കിലിരുത്തണ്ട പിന്നെ നീ ബാക്കിൽ ഇരുന്നാ മതി എന്നിട്ട് അയാൾ തൂങ്ങി വരാൻ അങ്ങനെ തൂക്കി വരുത്തണം അത് മോശം ആ ഫ്രണ്ട് ഇരുത്തിയത് കേട്ടോ ആയിക്കോട്ടെ ഞാൻ പോയി വിളിച്ചു വണ്ടി ഏർപ്പാട് ചെയ്യ്. നല്ലൊരു പിന്നെ ഇനി വേറെ കാര്യമുണ്ട് അപ്പൊ ഞാൻ എന്നെ പഠിപ്പിച്ച ഗുരുവായിട്ട് ഞാൻ അല്പം ബഹുമാനമൊക്കെ കാണിക്കും അപ്പൊ നിങ്ങൾ അത്രത്തോളം ബഹുമാനം കാണിക്കണ്ട കണ്ടോ? വിളിച്ചു വണ്ടി വിളിച്ചു കഷ്ടം കഷ്ടം ഒരു സംവിധായകനാവാൻ പറ്റാത്തതിന് ഇത്ര കലിപ്പ് എടാ എനിക്ക് അങ്ങനെ കലിപ്പൊന്നും ഉണ്ടായിട്ടല്ലോ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാ പഠിക്കണ സമയത്ത് പഠിക്കാൻ വേണ്ടി നല്ലോണം പഠിക്കണം നീ കൂടുതൽ ഡയലോഗ് അടിക്കരുത് കേട്ടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കരുത് അല്ലെ എന്റെ പുറത്ത് കയറാൻ നിനക്ക് ഒരു ഇത് വരും അത് വന്നു ഷോർട്ട് റെഡിയാക്കി ഞാൻ തോന്നുന്നു ഷോർട്ട് റെഡിയാക്കി അയ്യോ അതിനെ പേടിപ്പിക്കാനാ കഷ്ടം കുഞ്ഞ് എന്റെ മുഖം കരയേണ്ട ആവശ്യമില്ല ഞാൻ അത് രക്ഷപ്പെടുന്നില്ലല്ലോ ഷോർട്ട് റെഡി നമുക്ക് ഷൂട്ട് ചെയ്യാം കരയണ്ട റിലാക്സ് വാ ആ മതി ചെയ്തു കരയായിരിക്കും വരും ഉള്ള മൂഡ്